ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്, ഓണം സ്പെഷ്യൽ. അപ്പോൾ അതിന് ഞാനിപ്പോൾ ആദ്യം തന്നെ നേരം വെളുത്തപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള പയറെടുത്തിട്ട് പച്ചവെള്ളം നോർമൽ വാട്ടർ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു 4-5 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം മത്തങ്ങ കൊണ്ടാണ് ഞാനിന്ന് എരിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടോ. മത്തങ്ങ എരിശ്ശേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇട്ടിട്ട് 4 വിസിൽ വന്നു. ഞാനിതിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, മുളക് പൊടി ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചു. ഓഫ് ചെയ്തോളൂ. ഇപ്പോൾ അതായത് ഞാൻ മത്തങ്ങ കൊണ്ടാണ് മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം മത്തങ്ങ അതായത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതവിടെ ഒരു കഷ്ണം ഉണ്ട്. തൊലി മുഴുവൻ ചെത്തണ്ട. പച്ച മത്തങ്ങ കാരണം തൊലി ഞാൻ മുഴുവനും ചെത്തിക്കളഞ്ഞൊന്നുമില്ല, കുറച്ചേ ചെത്തിക്കളഞ്ഞുള്ളൂ. ഇങ്ങനെ കളഞ്ഞാൽ മതി. ചിലർ മത്തങ്ങ പച്ച ആണെങ്കിൽ തൊലി പോലും ചെത്തില്ല. എന്നിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. നമ്മൾ എരിശ്ശേരി എന്ന് പറയുമ്പോൾ പല സൈസിലുള്ള എരിശ്ശേരി വയ്ക്കും അല്ലേ. നമ്മൾ മത്തങ്ങ കൊണ്ട് മാത്രമല്ല, കായ കൊണ്ട് വയ്ക്കും, നേന്ത്രക്കായ കൊണ്ട് വയ്ക്കും, പിന്നെ ചേന കൊണ്ട് വയ്ക്കും. ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കും. ഓണത്തിന് ഇത് ഓണസദ്യ സ്പെഷ്യലാട്ടോ. അപ്പോൾ നമ്മൾ പല സൈസിലുള്ള മത്തങ്ങകൾ കൊണ്ട് ഉണ്ടാക്കും. മത്തങ്ങ, ചേന, പിന്നെ കൂട്ടുകറിക്കാണെങ്കിൽ നമ്മൾ മത്തങ്ങ ചേർക്കും, കായ ചേർക്കും, നേന്ത്രക്കായ ചേർക്കും, പിന്നെ ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ പലതും ചേർക്കും. കടല വേവിച്ചിട്ട് അതിലിത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കും. അതിന് ശേഷമാണ് നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കണം. ഇതിപ്പോൾ ഞാൻ മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പയർ വെന്തു, നന്നായി വെന്തിട്ടുണ്ട്, ഉണക്കി. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി, ഒരുപാട് മുളക് പൊടിയൊന്നും വേണ്ട, ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ മത്തങ്ങ നല്ലോണം കഴുകിയിട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കുക. മത്തങ്ങ ഇട്ടു. മത്തങ്ങ നമുക്ക് വേറെ പാത്രത്തിൽ വേണമെങ്കിലും വേവിക്കാം കേട്ടോ. കാരണം മത്തങ്ങയ്ക്കൊക്കെ അധികം വേവില്ല. കുക്കറിലിട്ടാൽ ചിലപ്പോൾ വല്ലാതെ വേവും. ഞാനൊരു വിസിലേ വരുത്തുള്ളൂ കേട്ടോ. ഒരു വിസിൽ മതി, അപ്പോഴേക്കും മത്തങ്ങ വേവും. 1-2. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മതി. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. ഉപ്പിട്ടു. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഓഫ് ചെയ്തു. ഇതൊന്ന് തുറന്ന് നോക്കാം. മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. നല്ലോണം വെന്തു. പയറും വെന്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയാണ് ചേർക്കാനുള്ളത് കേട്ടോ. എൻ്റെ മുമ്പ് ഞാനൊന്ന് ഗ്യാസ് കത്തിക്കട്ടെ. കത്തി. അപ്പോൾ അല്ലാതെ ഉടയ്ക്കുന്നില്ല കേട്ടോ. ഒരുപാടൊന്നും ഉടയ്ക്കില്ല. കഷ്ണങ്ങളൊന്നും കുറേ ഉടച്ചാൽ രസമില്ല. അപ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം കേട്ടോ. തേങ്ങ ഞാനത് അരച്ച് വെച്ചിട്ടുണ്ട്. തരിതരിപ്പായിട്ടാണ് അരച്ചത്. അല്ലാതെ അങ്ങോട്ട് കാളനൊക്കെ അരയ്ക്കണ മാതിരി അരയ്ക്കാൻ പാടില്ല. ജീരകവും തേങ്ങയും മാത്രം. അപ്പോൾ അത് ചേർക്കാം നമുക്കിതിൽ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തേങ്ങയുടെ പച്ചച്ചുവയൊന്ന് പോയി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം.
എന്നിട്ട് നമ്മൾ കടുക് വറുക്കുക. കടുക്, മുളക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്തിരി തേങ്ങ, ഇത്രയാണ് നമ്മൾ കടുക് വറുക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ മത്തങ്ങ റെഡി. അപ്പോൾ ഓണത്തിനെ വരവേൽക്കാൻ പായസം ഞങ്ങൾ വെക്കുന്നില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ NSSൻ്റെ പായസം ഉണ്ട്. ഇന്നാണ് പായസം വിതരണം. അപ്പോൾ പായസം രണ്ട് തരമാണ്. ഒന്ന് പഴമാണോ പരിപ്പാണോ എന്നറിയില്ല. പിന്നെ പാലടയും 2 പായസം ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. പായസം വാങ്ങിക്കാൻ ചേട്ടൻ പോയി. എനിക്കിവിടെ ജോലിയുള്ളത് കാരണം ഞാൻ പോയില്ല. ചേട്ടൻ പോയി. ഇപ്പോൾ തന്നെ കൊണ്ടുവരും. അപ്പോൾ ഇത് നല്ലോണം തിളച്ചു കേട്ടോ. തിളച്ച് കഴിഞ്ഞ് ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കടുക് ഞാൻ വറുത്തിട്ടുണ്ട്. ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് കുറച്ച് തേങ്ങയും കൂടി വറുത്തിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എരിശ്ശേരി. അപ്പോൾ നമ്മുടെ എരിശ്ശേരി തയ്യാറായി. ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഉപ്പ് ഇത്തിരി കുറവുണ്ട്. ഞാൻ ഇത്തിരി ഉപ്പിടാൻ പോവാണ്. ഉപ്പ് ഇത്തിരി കുറവാണ്. അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.